ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ വന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഇന്ന് രാത്രിയിലും ദൈവ വചനത്തിൻ്റെ മുമ്പാകെ കടന്നിരുവാൻ കർത്താവ് സഹായിച്ചതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നാം ഈ നാളുകളിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞായിരിക്കുന്ന ഉപമകളെ പറ്റിയാണ് ചിന്തിച്ചു വരുന്നത്. ഇതിനകം നിരവധി ഉപമകളെപ്പറ്റി അവർ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ചില ആഴ്ചകളായി നമ്മൾ മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൽ പറയുന്ന ഉപമകളാണ് ചിന്തിച്ചു വരുന്നത്. ഇന്ന് രാത്രിയിൽ അതിൽ പറയുന്ന അവസാനത്തെ 7ാമത്തെ ഉപമയെപ്പറ്റി ചിന്തിപ്പാനാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ഉപമയാണ്. അധികം വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വായിച്ചു വിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന വിഷയമാണ്. അതുകൊണ്ട് അധിക സമയം വേണ്ടി വരികയില്ല. വളരെ വേഗത്തിൽ ഞാൻ ഇത് വിശദീകരിച്ച് ഇരിക്കുന്നതായിരിക്കും. നമുക്ക് അതിനുവേണ്ടി മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 47 മുതൽ 52 വരെയുള്ള ഭാഗങ്ങൾ നമുക്കിന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 47 മുതൽ 52 വരെയുള്ള വാക്യം. സ്വർഗ്ഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലിയ വലയോട് സാദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്കുകയും ഇരുന്നു കൊണ്ട് നല്ല പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞുകളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ്വ് എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടമയോട് സാദൃശ്യനാകുന്നു എന്ന് പറഞ്ഞു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കർത്താവ് ഇവിടെ പറയുന്ന 13 അധ്യായത്തിൽ പറയുന്ന ഉപമകളെല്ലാം തന്നെ സ്വർഗ്ഗരാജ്യത്തെ പറ്റിയുള്ള ഒരു വിശദീകരണങ്ങളാണ് നൽകുന്നത്. വളരെ ആഴമേറിയ ചിന്തകളടങ്ങിയ ഉപമകളാണ് കർത്താവ് ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കടന്നു വരുമ്പോൾ സ്വർഗ്ഗരാജ്യത്തെപ്പറ്റി ഈ ഭാഗത്ത് പറയുന്നത് കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ വലയോട് സദൃശ്യം. നാം ചിന്തിക്കണം, ഈ കർത്താവ് പറയുന്ന സകല ഉപമകളും പാലസ്തീൻ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഇടയിൽ നടന്നു വരുന്ന ചില രീതികളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് സകല ഉപമകളും കർത്താവ് പറയുന്നത്. അതുകൊണ്ട് കർത്താവിനെ കേൾക്കുന്ന കേൾവിക്കാർക്ക് അവൻ പറയുന്ന സകല ഉപമകളുടെയും ചരിത്രവും അതിൻ്റെ അർത്ഥവും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് വളരെ വേഗത്തോടെ സാധിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമായ വിഷയമാണ്. നാം ഈ ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ കർത്താവ് കടലിൽ വല ഇടുന്നതിനെപ്പറ്റി ഇവിടെ പറയുകയാണ്. ബൈബിൾ കാലഘട്ടങ്ങളിൽ പല രീതികളിൽ പലസ്തീൻ്റെ പ്രദേശങ്ങളിലൊക്കെ ഗലീല കടലിലൊക്കെ വല വീശുന്ന രീതി ഉണ്ടായിരുന്നു. അവിടെ മാത്രമല്ല, ലോകത്തും എല്ലായിടത്തും നമ്മുടെ രാജ്യത്തും എല്ലാം ഇതേ രീതി തന്നെ എല്ലായിടത്തും നടന്നു വരികയാണ്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ചൂണ്ടയിട്ട് പിടിക്കുന്ന ഒരു രീതിയുണ്ട്. അതിലൊരു മീനെ മാത്രമേ കിട്ടുകയുള്ളൂ. അത് നമുക്കറിയാം, ചൂണ്ടയിൽ തീറ്റ കൊളുത്തിയ ശേഷമായിട്ട് എറിഞ്ഞു കൊടുക്കുകയാണ്. അതിൽ ഒരു മീൻ കൊത്തും. കുറേ സമയത്ത് അവർക്ക് ഒരെണ്ണത്തിനെ മാത്രമേ കിട്ടുകയുള്ളൂ. ഒരിക്കൽ ചില ആൾക്കാർ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയുണ്ടായി, നിൻ്റെ ശിഷ്യന്മാർ ചതുർഭ്രമപണം കൊടുക്കാത്തത് എന്ത്, അഥവാ ടാക്സ് കൊടുക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഇതറിഞ്ഞ കർത്താവ് പത്രോസിനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ചെന്ന് കടലിൽ ചൂണ്ടലിട്ടിട്ട് എന്ത് ചെയ്യണം, ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കണം. അതിൻ്റെ വായ് തുറക്കുമ്പോൾ അതിലെന്തുണ്ടായിരിക്കും, ഒരു ചതുർഭ്രമപണം ഉണ്ടായിരിക്കും. അതെടുത്ത് നിനക്കും എനിക്കും എന്ത് ചെയ്യണം, ചുങ്കം കൊടുക്കണമെന്ന് പറയും. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യഹൂദ ആചാരപ്രകാരം അവരുടെ രീതി അനുസരിച്ച്
20 വയസ്സിന് മുകളിലുള്ള സകല യഹൂദന്മാരും ടെമ്പിൾ ടാക്സ്, ദേവാലയ ചുങ്കം കൊടുക്കണം എന്നുള്ള നിർബന്ധമായിരുന്നു. ഒരാൾ അടയ്ക്കേണ്ടത് 1/2 ശേക്കലാണ്. അത് എല്ലാവരും കൊടുത്തേ മതിയാകുകയുള്ളൂ. അല്ലെങ്കിൽ 2 ദ്രഹ്മപ്പണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നാം ചിന്തിക്കേണ്ടായിരിക്കുന്ന വിഷയം, യഹൂദന്മാരുടെ 1 ശേക്കൽ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്തെ 25 രൂപ കഴിഞ്ഞ് 78 പൈസയുണ്ട്. അത്രയുമാണ് 1 ശേക്കൽ എന്ന് പറയുന്നത്. പത്രോസോട് പറയുന്നത്, നീ ചൂണ്ടയിടുമ്പോൾ ഇടുക, അതിൻ്റെ വായിൽ നിന്ന് 1 ശേക്കൽ നിനക്ക് കിട്ടും, അത് എനിക്കും നിനക്കുമായിട്ട് കരം കൊടുക്കണം. അപ്പോൾ 1/2 ശേക്കൽ പത്രോസിനും 1/2 ശേക്കൽ കർത്താവ്. അങ്ങനെ ആണ് അവിടെ ദേവാലയത്തിൻ്റെ ചുങ്കം അവിടെ അടച്ചിരുന്നു. അത് നിർബന്ധമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കാണുവാൻ കഴിയുന്നത്, ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലും അതിനു മുമ്പൊക്കെയും ഈ രീതിയിലുള്ളായിരിക്കുന്ന മത്സ്യങ്ങളെ പിടിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതൊന്നാമത്തെ രീതി. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുമ്പോൾ ചെറിയ വല എറിഞ്ഞു പിടിക്കുന്ന രീതി. അതെന്ന് പറയുമ്പോൾ വീശുവല എന്നാണ് അതിനറിയപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ നിലയിലുള്ള ചെറിയ വീശുവല അവർ വീശി മീനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലായിരുന്നു പത്രോസിനെയും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനെയും കർത്താവ് വിളിക്കുന്നു. എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് ഈ ചെറിയ വല വീശിക്കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് അവരെ വിളിക്കുന്നത്. ഇത് വലിയ വൃത്താതിലുള്ളായിരിക്കുന്ന വലയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. നമുക്ക് അധികം വിസ്തീർണത്തിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ റൗണ്ടിലായിട്ട് അവർ വെയിറ്റ് അഥവാ ഈയം കട്ടകൾ കെട്ടിയിടും. അത് വലിച്ച് എറിയ ശേഷം ഈ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഈ വല താഴോട്ട് പോവുകയും അതിനകത്ത് ഉള്ളായിരിക്കുന്ന, അതായത് സമയമൊക്കെ നോക്കിയാൽ വീശുന്നു, അതിനകത്തുള്ളായിരിക്കുന്ന മത്സ്യങ്ങൾ അതിൽ കുടുങ്ങുകയും അവരതിനെ പിടിക്കുകയും ചെയ്യും. അത് 2 രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന് കരയിൽ നിന്നുകൊണ്ട് എറിഞ്ഞു കൊടുക്കാറുണ്ട്, മറ്റൊന്ന് ബോട്ടിൽ നിന്നുകൊണ്ട് എറിഞ്ഞു കൊടുക്കാറുണ്ട്. അത് ചെറിയ രീതി. എന്നാൽ ഇവിടെ കർത്താവ് ഈ ഭാഗത്ത് പറയുന്ന ഈ കടലിടുന്ന വല എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് ഇവിടെ മാത്രം ഉപയോഗിച്ചിരിക്കണം. ഈ വലയുടെ പ്രത്യേകത, ധാരാളം ആൾക്കാർ ചേർന്നുകൊണ്ടാണ് ഈ വല കടലിൽ എറിയുന്നത്. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരത്തിൽ സഞ്ചരിച്ചാണ് ഈ വല വീശിയിട്ട് അവർ കരയ്ക്ക് വരുന്നത്. ഇന്നും നമുക്ക് സാങ്കേതികവിദ്യ ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് പുതിയ ആധുനിക സംവിധാനങ്ങൾ ഒത്തിരി ഉണ്ട്. ബോട്ടിൽ പോയിട്ട് വല വീശി കിലോമീറ്ററോളം പോയി വല വീശിയിട്ട് കരയ്ക്ക് വന്നാണ് അവരിത് വലിച്ച് അടുപ്പിക്കുന്നത്. ഒരുപാട് സാങ്കേതികവിദ്യകൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത, വല ഏകദേശം 1 കിലോമീറ്ററോളം അവർ വീശിയിട്ട് അവർ സാവധാനം വന്ന് അത് പുതുക്കെ വലിച്ച് കരയ്ക്കടിപ്പിക്കുകയാണ്. ഇവിടെ കാണുന്നത് അവർ കരയ്ക്ക് എത്തിച്ച ശേഷം അവിടെ കാണുന്നത് പ്രത്യേകത, എന്ത് ചെയ്യുന്നു, നല്ലതിനെ പാത്രങ്ങളിൽ ശേഖരിക്കുകയും ചീത്തയായതിനെ എറിഞ്ഞു കളയുകയും ചെയ്യുന്നു. നിരവധി ആൾക്കാർ ഈ മത്സ്യപിടുത്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിരവധി ആൾക്കാരിലൊക്കെ ചേർന്നുകൊണ്ടാണ് വല വീശുന്നതും വല കരയ്ക്ക് കയറ്റുന്നു. ഈ ഉപമയും കർത്താവ് ആദ്യം പറഞ്ഞ ഉപമയും തമ്മിൽ വളരെ സാമ്യമുണ്ട്. ഇനി 49-ാമത്തെ വാക്യത്തിൽ കാണുന്നത് കർത്താവ് രണ്ടാമത് ഉപമ പറയുണ്ടായി. അത് നാം ചിന്തിക്കുണ്ടായി. രണ്ടാമത്തെ ഉപമ എന്തായിരുന്നു നാം ചിന്തിച്ചത്? ഗോതമ്പിൻ്റെയും കളയുടെയും ഉപമ. അവിടെ നമുക്ക് കാണുവാൻ പറ്റിയത്, ഗോതമ്പിനോട് കൂടി കളയും ഒരേ സമയത്ത് കിളുത്തു വരികയാണ്. ആ സമയത്ത് രാജസന്മാർ ചെന്നിട്ട് യജമാനോട് ചോദിക്കുകയാണ്, നമ്മൾ നല്ല വിത്തല്ലയോ വിതച്ചത്, ഈ കള എങ്ങനെയാണ് കിളുത്തു വരുന്നത്? അവിടുന്ന് ഞങ്ങളെ അനുവദിച്ചാൽ ഞങ്ങൾ പോയി കളയെല്ലാം പറിച്ച് കളയാം എന്നവർ പറയുകയാണ്. ഉടനെ യജമാനൻ പറയുന്നത്, അതിപ്പോൾ പറിക്കണ്ട, അത് കൊയ്ത്ത് വരെ നിൽക്കട്ടെ. നിങ്ങൾ
നിങ്ങളെ അത് ഏൽപ്പിച്ചിട്ടില്ല. കൊയ്ത്ത് സമയം വരുമ്പോൾ നിങ്ങളല്ല വേറൊരു കൂട്ടരാണത് കൊയ്യുന്നത്. അതാരാണ്? ദൂതന്മാരെയാണത് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഉത്തരവാദിത്വമില്ല. കൊയ്ത്ത് വരെ അത് വളരട്ടെ, ദൂതന്മാർ അത് വേർതിരിച്ചുകൊള്ളും എന്ന് പറയുകയാണ്. അതേ ഉപമയ്ക്ക് സമാനമായിട്ടുള്ളതാണ് ഇത് ഈ പറയുന്ന ഉപമ. സാധാരണഗതിയിൽ ഒരു ഗോതമ്പ് വിതച്ച് കഴിഞ്ഞാൽ കള കിളുക്കുന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ സകലയിടങ്ങളും കണ്ടുവരുന്നത് ചെറുപ്പം മുതലേ തന്നെ കള പറിച്ചു കളയുകയാണ്. എന്നാൽ ഇവിടെ കളയും ഗോതമ്പും ലോകത്തിൽ വളരുന്നതിൻ്റെ ഉപമയാണ് കർത്താവ് പറയുന്നത്. അവസാനം ഒരു കൊയ്യുന്ന ഒരു സമയമുണ്ട്. ആ ദൂതന്മാർ രണ്ടിനെയും വേർതിരിച്ചിട്ട് കളകളെ എന്നേക്കുമായിട്ട് തീയിലിട്ട് കളയുകയും ഗോതമ്പ് ശേഖരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയുള്ള ഉപമയാണ് ഇവിടെ കർത്താവ് പറയുന്നത്. വല വീശിയിട്ടിരിക്കുന്നു, അവസാനം വലിച്ച് കരയ്ക്ക് കയറ്റുന്ന സമയമുണ്ട്. ആ സമയത്ത് നല്ലതിനെ ശേഖരിക്കുകയും മോശമായതിനെ വലിച്ച് എറിയുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ്. ഈ രണ്ടാമത്തെ ഉപമയിൽ ചിന്തിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ വേർതിരിക്കുന്ന സമയം എപ്പോഴാണെന്ന് നമുക്ക് വ്യക്തമായിട്ടിവിടെ കാണുന്നില്ല. നാം ചിന്തിച്ചതുപോലെ ഒന്നുകിൽ നീതിമാന്മാരെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ 1000-ാം ആണ്ടിൽ പ്രവേശിപ്പിക്കുന്നു, അല്ലെങ്കിൽ വെള്ളസിംഹാസനത്തിൻ്റെ ന്യായവിധിക്ക് ശേഷമായിട്ട് നിത്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് കഴിയും. അതല്ല എങ്കിൽ അഭക്തന്മാരെ അതുപോലെ അന്ത്യന്യായവിധി നടത്തിയ ശേഷം നിത്യനരകത്തിലേക്ക് തള്ളുന്നു. ഒന്നുകിൽ 1000-ാം ആണ്ടിന് മുമ്പായിട്ടും അല്ലെങ്കിൽ 1000 ആണ്ടിന് ശേഷമായിട്ടും ഒരു നിത്യമായിരിക്കുന്ന ന്യായവിധിയോടുകൂടി ഈ നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും വേർതിരിച്ച് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ കാണുവാൻ കഴിയുന്നത് ഒരേ സമയത്ത് ഗോതമ്പും കളയും ഒന്നിച്ച് വളരുന്നു. ഒരേ സമയത്ത് നല്ല മീനും ചീത്ത മീനും ഒന്നിച്ച് ഒരു വലയിൽ ഇങ്ങനെ കിടക്കും. ഇത് രണ്ടും ഒരേ സമയത്താണ്. ഇത് രണ്ടിനും തുല്യമായിട്ടുള്ള വേർതിരികൾ അവിടെ കാണാൻ കഴിയുകയാണ്. ഒരു മനുഷ്യൻ നിത്യ ന്യായവിധിയിലേക്ക് പോവുക എന്ന് പറയുന്നത് തികച്ചും ദുഃഖകരമായിട്ടുള്ള അനുഭവമാണ്. ധാരാളം സമയങ്ങൾ അവന് ദൈവം കൊടുത്തിട്ടും സ്വന്തം താല്പര്യപ്രകാരം ദൈവത്തെ നിന്ദിച്ച് പോവുക എന്ന് പറയുന്നത് ദുർഭാഗ്യകരമായിരിക്കുന്ന വിഷയമാണ്. ആരും നിത്യമായിട്ടുള്ള നരകം തിരഞ്ഞെടുക്കുന്നതല്ല, ആരും തിരഞ്ഞെടുത്തു പോകുന്നതല്ല. മറിച്ച് ക്രിസ്തുവിനെ തിരസ്കരിച്ച് കഴിയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സമ്മാനമാണെന്ത്? നിത്യ നരകമെന്ന്. ഒരു മനുഷ്യൻ പോലും നിത്യ നരകം തിരഞ്ഞെടുക്കുന്നില്ല. ക്രിസ്തുവിനെ എപ്പോൾ തിരസ്കരിക്കുന്നോ, സുവിശേഷത്തെ തിരസ്കരിക്കുന്നോ, അവൻ സ്വയമായിട്ട് അങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇനി 51-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരികയാണെങ്കിൽ ക്രിസ്തു അവരോട് ചോദിക്കുകയാണ്, ശിഷ്യന്മാരോടൊക്കെ ചോദിക്കുകയാണ്, ഇതെല്ലാം ഗ്രഹിച്ചുവോ? ഏതൊക്കെയാണ് ഗ്രഹിച്ചോ എന്ന് ചോദിക്കുന്നത്. ഈ പറഞ്ഞതായിരിക്കുന്ന 7 ഉപമകൾ കർത്താവ് പറഞ്ഞു കൊടുത്തു, അതിൻ്റെ വിശദീകരണം കൊടുത്തു. ചിലതിൻ്റെ അർത്ഥവും കൂടെ ചേർന്ന് പറഞ്ഞു കൊടുത്തു, ചിലതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തില്ല. ഇതെല്ലാത്തിൻ്റെയും കൂടെ ചേർത്തുകൊണ്ട് 7 ഉപമകളുടെയും സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് വിശദീകരിച്ച് കൊടുത്തിട്ട് ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുകയാണ്, ഇതെല്ലാം ഗ്രഹിച്ചുവോ? അതുപോലെ നിങ്ങൾക്കെല്ലാം മനസ്സിലായോ എന്ന് ചോദിക്കുക. അവരെന്താ മറുപടി കൊടുക്കുന്നത്? എല്ലാം മനസ്സിലായി, ഉവ്വ എന്ന് പറഞ്ഞു, മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 7 ഉപമകളെപ്പറ്റി നാം പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ആ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ ഇതിൻ്റെ പ്രത്യേകത, ഈ ലോകത്തിൽ നന്മയും തിന്മയും ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുക. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല. നന്മയും തിന്മയും ലോകത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് കർത്താവ് ചോദിക്കുക. എത്ര കാലം ഭൂമിയിൽ മനുഷ്യൻ വാസിക്കുന്നു അത്രയും കാലം നന്മയും തിന്മയും ഭൂമിയിൽ ഉണ്ടാകും. അത് നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ടാമത്, പ്രതികൂലങ്ങൾ ഒട്ടനവധി ഉണ്ടെങ്കിലും വിശ്വാസികൾ എണ്ണത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും, അത് മുരടിച്ചു പോവുകയില്ല. രണ്ടാമത്തെ ഉപമയിൽ കർത്താവ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പ്രതികൂല സാഹചര്യങ്ങൾക്ക് കടന്നു പോയാലും സഭയുടെ വളർച്ച ഒരിക്കലും മുരടിച്ചു പോവുകയില്ല, വളർന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ എന്ന് കർത്താവ് ചോദിക്കുക. മൂന്നാമത്,
എനിക്ക് സ്വന്തമായവരെ ഞാൻ വില കൊടുത്ത് വാങ്ങിയിരിക്കുക. ആരൊക്കെ ഞാൻ എൻ്റെ ഭാഗത്തുണ്ടോ അവരെ ഞാൻ വില കൊടുത്ത് വാങ്ങിയവരാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായോ? നാലാമത്, നല്ലതും എൻ്റെ സ്വന്തവും എപ്പോഴും പച്ച പിടിച്ചും ഫലഭൂയിഷ്ഠമായും ഇരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? അവസാനം കർത്താവ് ചോദിക്കുകയാണ്, സകലരും എൻ്റെ ന്യായവിസ്താര സഭയുടെ മുമ്പാകെ ഒരിക്കൽ കടന്നു വരും. ഞാൻ അവരെ ന്യായം വിധിക്കും. നീതിമാന്മാരെ ഒരു സൈഡിലായിട്ടും അഭക്തന്മാരെ വേറെ സൈഡിലായിട്ടും ന്യായം വിധിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പറഞ്ഞതിൻ്റെ എല്ലാ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മനസ്സിലായി. ചില സന്ദർഭങ്ങളിൽ ഞാൻ ബൈബിൾ ക്ലാസ്സിൽ സ്റ്റുഡൻസിനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഞാൻ ചോദിക്കും, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അവർ പറയും, യെസ് സർ, വി അണ്ടർസ്റ്റാൻഡ്. എനി ക്വസ്റ്റ്യൻ? നോ ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വന്നിട്ട് അവർ പറയും, സാറേ അന്നേരം പറഞ്ഞ അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായില്ല, ഒന്നും കൂടെ പറയാമോ എന്ന് ചോദിക്കും. ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ അവരെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞുകൊണ്ട് പോയാലും എല്ലാം ഒന്നും മനസ്സിലാക്കുകയില്ല. ഇപ്പോൾ കർത്താവിന് ഇത് മനസ്സിലായിട്ടുണ്ട്, ഇവർക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് മനസ്സിലായോ എന്ന് കർത്താവ് ചോദിക്കും. ഉടനെ അവർ പറഞ്ഞു മനസ്സിലായി. അവസാനം എന്താ സംഭവിക്കുന്നത്? നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, അവസാനമായിട്ട് ഭക്തന്മാർ നിത്യ സൗഭാഗ്യത്തിലേക്കും അഭക്തന്മാർ നിത്യ ദണ്ഡനത്തിലേക്കും പോകുന്നു എന്ന കർത്താവ് ഇവിടെ സ്ഥാപിക്കുക, ഈ ഉപമകളിൽ കൂടി സ്ഥാപിക്കുക. ശിഷ്യന്മാർ മനസ്സിലായി എന്ന് പറഞ്ഞു. പക്ഷേ യേശുവിന് മനസ്സിലായി, ഇവർക്ക് ശരിയായ രീതിയിൽ മനസ്സിലായിട്ടില്ല എന്ന് കർത്താവിന് മനസ്സിലായി. കാര്യങ്ങൾ ശരിയായിട്ട് പിടിയിട്ടില്ല എന്ന് മനസ്സിലായി. അവസാനം ഒരു ഉപമയോടെ, ഒരു ഉദാഹരണത്തോടെ പറഞ്ഞ കർത്താവ് ഈ ഉപമകൾ അവിടെ അവസാനിപ്പിക്കുക. ചെറിയ ആൾക്കാരത് 8ാമത്തെ ഉപമയായിട്ട് ചിന്തിക്കാറുണ്ട്. എന്നാൽ ഭൂരിഭാഗം ആൾക്കാരും 7 ഉപമകളാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. ഈ ഉപമയോടെ നാം മനസ്സിലാക്കുകയാണെങ്കിൽ, ഉപമയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ മൊത്തത്തിൽ ഈ 11ാം അധ്യായത്തിൽ 8 ഉപമകളുണ്ട്. ഇവിടെ പറയുന്നത് അടുത്തൊരു ഉപമയോട് പറഞ്ഞ കർത്താവ് ആ ഭാഗങ്ങൾ, അതായത് ഈ ഉപമകളിലൂടെ അവസാനിപ്പിക്കുക. അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്ത് കൊടുക്കുന്ന ഒരു വീട്ടുടയനോട് സാദൃശ്യനാകുന്നു എന്ന് പറയും. ഇത് വായിച്ച പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലാകത്തില്ല. പക്ഷെ അവർക്കത് മനസ്സിലായി. നമുക്കിത് മനസ്സിലാക്കാണ്ട് അല്പം വിഷമമുണ്ട്. ഒന്നുകൂടെ ഞാൻ അത് വായിക്കാം. അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയനോട് സാദൃശ്യനാകുന്നു എന്ന് പറയുക. ഇത് പറഞ്ഞ് അവിടെ കർത്താവ് അവസാനിപ്പിക്കുക. ഈ 52ാം വാക്യത്തിൽ 3 ഗ്രൂപ്പുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3 ആൾക്കാർ. 1 ശിഷ്യന്മാർ, 2 ശാസ്ത്രിമാർ, 3 വീട്ടുടയവൻ. ഈ 3 ഗ്രൂപ്പിനെ അവസാനം കർത്താവ് അവിടെ കൊണ്ട് പ്രദർശിപ്പിക്കുക. ഇത് പറയുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇതിനെ ചിലർ ഒരു ഉപമയായിട്ട് തന്നെ പരിഗണിക്കാറുണ്ട്. ഞാൻ ചിന്തിച്ചു, 51ാം വാക്യത്തിൽ നിങ്ങൾക്കിതെല്ലാം മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് മനസ്സിലായി. പക്ഷേ കർത്താവ് അവരെ നോക്കിയപ്പോൾ മനസ്സിലായിട്ടില്ല എന്ന് ബോധ്യമായപ്പോൾ ഇതിലൂടെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുക. എന്നിട്ട് 1ാമത്തെ ഗ്രൂപ്പിനോട് പ്രസൻറ്റ് ചെയ്യുകയാണ് ശിഷ്യന്മാർ. ഈ ശിഷ്യന്മാരുടെ പ്രത്യേകത എന്താണ്? ശിഷ്യന്മാർ എന്ന് പറയുന്നത് വചനം അതുപോലെ പ്രമാണിക്കുന്നവരാണ് ശിഷ്യന്മാർ. കർത്താവ് എന്ന് പറയുന്നു അതനുസരിക്കുന്നവരാണ് ശിഷ്യന്മാർ. വചനാനുസരണം ജീവിക്കുന്നവരാണ് ശിഷ്യന്മാർ. യേശുവിനെ അനുഗമിക്കുന്നവരാണ് ശിഷ്യന്മാരെന്ന് പറയുന്നത്. ജീവിച്ച് കാണിക്കുന്നവരാണ് ശിഷ്യന്മാർ. ആദ്യം കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ആ ശിഷ്യന്മാരെയാണ് പിന്നെ അപ്പോസ്തലന്മാരാക്കി മാറ്റുന്നത്. അപ്പോൾ കർത്താവ് ആദ്യം വിളിച്ചത് ആരെയാണ്? എന്തിനു വേണ്ടിയാണ്? ശിഷ്യന്മാരായിരിക്കാൻ വേണ്ടി വിളിച്ചു. അവനോട് കൂടെ ചുരുക്കുന്ന ആളുകൾ ആയിരുന്ന് പഠിപ്പിച്ച ശേഷം അവരെ പിന്നെ അപ്പോസ്തലന്മാരായിട്ട് പറഞ്ഞു.
കർത്താവ് അവസാനം പറയുന്നത്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പിൻ. അത് ശിഷ്യന്മാരായി തീർന്നപ്പോൾ അവർക്ക് കൊടുത്തായിരിക്കുന്ന ഒരു നിയോഗമാണ്. ഇവിടെ ആദ്യം ഈ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുന്നു, പിന്നീട് യേശു അവരെ പറഞ്ഞയക്കുക, ഭൂലോകമൊക്കെയും പറഞ്ഞു പോവുക. ആദ്യത്തെ ഗ്രൂപ്പ് ശിഷ്യന്മാർ. രണ്ടാമത് ശാസ്ത്രിമാരെ പറ്റി പറയും. ഈ ശാസ്ത്രിമാരാരാണ്? പഴയ നിയമ വചനങ്ങൾ നന്നായി പഠിപ്പിക്കുന്നവരാണ് ശാസ്ത്രിമാർ എന്ന് പറയും. തിരുവെഴുത്ത് നന്നായി അറിയാവുന്ന ഗ്രൂപ്പാണ് ശാസ്ത്രിമാർ എന്ന് പറയും. അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല പഴയ നിയമം അത് നന്നായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുവാനായിട്ട് കഴിവുള്ളവരാണ് ശാസ്ത്രിമാർ എന്ന് പറയുന്നത്. മാത്രമല്ല പഴയ നിയമ പ്രമാണത്തെപ്പറ്റി ആധികാരികമായിട്ട് എഴുതുവാനായിട്ട് കഴിവുള്ളവരാണ് ശാസ്ത്രിമാർ. ന്യായപ്രമാണവും പാരമ്പര്യവും തമ്മിൽ ചേർത്തുകൊണ്ട് അവരെ ജനത്തെ പഠിപ്പിക്കുക ചെയ്യുന്നു. ഈ ശാസ്ത്രിമാർക്ക് ആഴമേറിയ അറിവുകൾ ഇവർക്കുണ്ടായിരുന്നു. അവർ ഇസ്രായേലിലൊരു ലീഗൽ എക്സ്പെർട്ടായിരുന്നു. വലിയ ആഴമേറിയ പാണ്ഡിത്യമുള്ള ഗ്രൂപ്പാണ് ശാസ്ത്രിമാർ എന്ന് പറയുന്നത്. പഴയ കാലഘട്ടങ്ങളിൽ ഇവരാണ് വേദ അധ്യാപകരായിട്ടും വേദപണ്ഡിതന്മാരായിട്ടും വ്യാഖ്യാനിക്കുന്നവരായിട്ടൊക്കെ ആ ഗ്രൂപ്പാണ് അറിയപ്പെടുന്നത്. ധാരാളം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു. ഇവരും പരീശന്മാരും സദൂക്യരും വന്ന പല സന്ദർഭങ്ങളിൽ കർത്താവിനോട് സംവാദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യേശുവിൻ്റെ അടുത്ത് ഇവർ 3 ഗ്രൂപ്പ് വന്നിട്ട് യേശുവിനെ ചോദ്യം ചെയ്തതായിട്ടൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ പാണ്ഡിത്യത്തിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. പല ചോദ്യങ്ങൾക്കും മറുപടി കർത്താവ് കൊടുക്കുന്നത് നല്ല രീതിയിലുള്ള ആയിരിക്കുന്ന മറുപടികൾ കർത്താവ് അവർക്ക് കൊടുക്കുകയാണ്. ഒരിക്കൽ ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ കർത്താവിൻ്റെ അടുത്ത് ചിലർ വന്നിട്ട് ചോദിക്കുകയാണ്, ശബത്ത് നാളിൽ ജോലി ചെയ്യുന്നത് വിഹിതമാണോ? ശബത്ത് നാളിൽ ജോലി ചെയ്യുന്നത് വിഹിതമാണോ എന്ന് ചോദിച്ചു. ഉടനെ കർത്താവ് മറുപടി പറഞ്ഞെന്താണ്? ശബത്ത് നാളിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും മൃഗമോ ആടോ എന്തെങ്കിലും കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുക, ശബത്ത് നാളിൽ ജോലിയും ചെയ്യുവാനായിട്ട് പാടില്ല. അതേ കർത്താവ് തന്നെ ചോദിക്കുകയാണ്, ശബത്ത് നാളിൽ നിങ്ങളുടെ മൃഗങ്ങൾ എങ്ങനെയെങ്കിലും അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ ഇട്ടിട്ട് ശബത്ത് കഴിഞ്ഞിട്ട് വന്നൊരിക്കലും കയറ്റാൻ ശ്രമിക്കുകയില്ല. ശബത്ത് നാളിൽ തന്നെ അതിനെ രക്ഷിക്കും. അപ്പോൾ കർത്താവ് മറുപടി കൊടുക്കുന്നത് വളരെ ചിന്തനീയമായിട്ടുള്ള മറുപടിയാണ് അവിടെ കൊടുക്കുന്നത്. ഇവിടെ 3ാമത്തെ ഗ്രൂപ്പ് കാണുവാൻ കഴിയുന്നത് വീട്ടുടയവനെ പറ്റി പറയും. വീട്ടുടയവൻ, ഗൃഹവിചാരകനെ പറ്റി 3ാമത് പറയുകയാണ്. 1ാമത് ശിഷ്യന്മാർ, 2ാമത് ശാസ്ത്രിമാർ, 3ാമത്തെ ഗൃഹവിചാരകന്മാർ. ഈ ഗൃഹവിചാരകന്മാർ എന്ന് പറയുമ്പോൾ ഒരു വീടിൻ്റെ ക്ഷേമം മുഴുവനും ശ്രദ്ധിക്കേണ്ടത്, വീടിൻ്റെ സകല അവസ്ഥയെപ്പറ്റിയും ചിന്തിക്കേണ്ടത് ഈ ഗൃഹവിചാരകനാണ്. വീട്ടിൽ വേണ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഇവൻ്റെ സ്റ്റോർ ഹൗസിലാണ് അവൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ ഈ സാധനങ്ങളെടുത്ത് അവൻ സപ്ലൈ ചെയ്യുന്നു. ഭക്ഷണ സാധനങ്ങളായാലും വസ്ത്രങ്ങളായാലും മറ്റുപയോഗ വസ്തുക്കളായാലും ഇവയെല്ലാം ഈ മനുഷ്യൻ്റെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കുന്നത്. വാസ്തവത്തിൽ ഈവൻ ആരാണ്? ഒരു സ്റ്റോർ കീപ്പറായിട്ടാണ് നിൽക്കുന്നത്. ഗൃഹവിചാരകൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ ഒരു സ്റ്റോർ കീപ്പറാണ്. ഇവൻ വിശ്വസ്തനും സമർത്ഥനും മിടുക്കനുമായിരിക്കണം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു കാരണവശാലും സാധനങ്ങൾ നഷ്ടപ്പെടുത്തുവാനായിട്ട് പാടില്ല. സൂക്ഷ്മതയോടെ ചെലവ് ചുരുക്കി കൈകാര്യം ചെയ്യണം. കൃത്യനിഷ്ഠതയോടുകൂടി എല്ലാം ചെയ്യേണ്ടത് ആവശ്യമാണ്. ബാക്കി വരുന്നത് ഒരിക്കലും നഷ്ടപ്പെടുത്തുവാനും പാടില്ല. മാത്രമല്ല സ്റ്റോർ കീപ്പർമാർ സാധാരണ ചെയ്യുന്നതെന്നാണ്, പഴയ സ്റ്റോക്കുകൾ തീർന്ന ശേഷമാണ് പുതിയ സ്റ്റോക്കുകൾ കൊടുക്കുന്നത്. അതാണ് ശരിയായ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. യേശു പറയുന്നത്, ഇവിടെ പറയുന്ന ഒരു ശാസ്ത്രി അവൻ ശിഷ്യനായിരിക്കണം, ഒരു ശിഷ്യൻ ശാസ്ത്രിയുമായിരിക്കണം. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഒരു ശാസ്ത്രിയാണെങ്കിൽ അവൻ യഥാർത്ഥ ശിഷ്യനായിരിക്കണം. അനുസരിക്കുന്നവനും പഠിക്കുന്നവനും അനുധാവനം ചെയ്യുന്നവനൊക്കെ ആയിരിക്കണം ശാസ്ത്രി എന്ന് പറയും. ഒരു ശിഷ്യനാണെങ്കിൽ അവൻ ആരായിരിക്കണം? ശാസ്ത്രിയുമായിരിക്കണം.
ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ കർത്താവോട് പറഞ്ഞു വരുന്നത്, നിങ്ങൾ ശാസ്ത്രിയാണെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യനായിരിക്കണം. നിങ്ങളെൻ്റെ ശിഷ്യനാണെങ്കിൽ ആരായിരിക്കണം? ശാസ്ത്രിയും ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു ശിഷ്യനെയും ശാസ്ത്രിയെയും ക്ലബ് ചെയ്തുകൊണ്ട് ഒരേ രീതിയിൽ കർത്താവ് ഇവിടെ പറയുകയാണ്. ശാസ്ത്രിയായിരിക്കുന്ന ശിഷ്യൻ ഒരു ഗൃഹവിചാരകനെ പോലെ ആയിരിക്കണം എന്ന് പറയുക. അതായത് ഒരു അവൻ ശിഷ്യനായിരിക്കണം. ശാസ്ത്രിയായിരിക്കുന്ന ശിഷ്യൻ അവൻ ആരായിരിക്കണം? ഒരു നല്ല ഗൃഹവിചാരകൻ ആയിരിക്കണം. കാര്യങ്ങളൊക്കെ സത്യസന്ധതയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, വിശ്വസ്തയോടുകൂടി കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം ഗൃഹവിചാരകൻ എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങൾ ശാസ്ത്രിയും ശിഷ്യനുമായിരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഒരു ഗൃഹവിചാരകൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും നിർവഹിക്കണം എന്ന് പറയുക. എന്താണ് അവിടുത്തെ പ്രത്യേകത? ഇവരുടെ കൈവശം എന്തുണ്ട്? പഴയതും പുതിയതുമായ ചില സാധനങ്ങളുടെ കൈവശമുണ്ട്. അതാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ് അവിടെ വായിക്കുന്നത്? അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്ത് കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് കൈവശം. അപ്പോൾ ഇവരുടെ കൈവശം എന്തിരിപ്പുണ്ട്? പഴയതുമുണ്ട്, പുതിയതുമുണ്ട്. അവനത് വിശ്വസ്തയോടുകൂടി എടുത്ത് കൊടുക്കണമെന്ന് പറയുകയാണ്. ഇതിന് പ്രത്യേകത എന്താണ്? സ്വർഗരാജ്യത്തെപ്പറ്റി പറഞ്ഞു വരുമ്പോൾ പഴയ നിയമത്തിൽ പറയുന്നതും ഇവർ ജീവിച്ചിരിക്കുന്ന പുതിയ നിയമ കാലയളവിൽ പറയുന്നതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അവിടെ വൈരുദ്ധ്യങ്ങളൊന്നുമില്ല. ഈ ശിഷ്യന്മാരും ശാസ്ത്രിമാർക്കും പഴയ നിയമ പ്രമാണങ്ങളെപ്പറ്റി നന്നായിട്ടറിയാം, പഴയ നിയമ കാര്യങ്ങളെപ്പറ്റി അറിയാം. എന്നാൽ കർത്താവ് പറയുന്ന പുതിയ നിയമ കാലഘട്ടങ്ങളിൽ കർത്താവ് പറയുന്ന വിഷയങ്ങളും ഇവർ മനസ്സിലാക്കിയ വിഷയം തമ്മിൽ യാതൊരു വൈരുദ്ധ്യങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ കർത്താവ് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ അവരുടെ കൈവശം എന്തൊക്കെയുണ്ട്? പഴയ നിയമ പ്രമാണങ്ങൾ അവരുടെ കൈവശമുണ്ട്, കർത്താവ് കൊടുത്ത പുതിയ നിയമ പ്രമാണങ്ങളും ഉണ്ട്. ഇത് രണ്ടും അവരുടെ കൈവശമുണ്ട്. അപ്പോൾ അവരെന്തൊക്കെ പഠിപ്പിക്കണം? പഴയതും പഠിപ്പിക്കണം, പുതിയതും പഠിപ്പിക്കണം. അപ്പോൾ പഴയതിൻ്റെ പൂർത്തീകരണമാണ് കർത്താവ് വരുത്തുന്നത്. അപ്പോൾ ഇവരുടെ കൈവശം പഴയ നിയമത്തിലെ പ്രമാണങ്ങളും കൈവശമുണ്ട്, കർത്താവ് കൊടുക്കുന്ന പ്രമാണങ്ങളും ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന പ്രമാണങ്ങളും ഉണ്ട്. അപ്പോൾ രണ്ടിനും തുല്യ പ്രാധാന്യമാണുള്ളത്. അതായത് പഴയ നിയമത്തിലെ സമ്പന്നമായിട്ടുള്ള ഒരു നിക്ഷേപം, ഒരു ശേഖരണം ഈ ശിഷ്യന്മാരുടെ കൈവശമുണ്ട്. നിങ്ങളൊരു പൂർണ്ണ ശിഷ്യനാണെങ്കിൽ ശാസ്ത്രിയായിരിക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശം എന്തുണ്ട്? പഴയ നിയമത്തിൽ ദൈവജനത്തിന് കൊടുത്തായിരിക്കുന്ന വലിയ സമ്പന്നമായിട്ടുള്ള വലിയ ഒരു സമ്പത്ത് നിങ്ങളുടെ കൈവശമുണ്ട്, അത് നിങ്ങളുടെ മനസ്സിലുണ്ട്. അതേ സമയത്ത് തന്നെ പുതിയ നിയമ കാലയളവിൽ ഉപമകളിൽ കൂടി കർത്താവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരിക്കുന്ന അറിവുകൾ ഇപ്പോൾ നിങ്ങളുടെ കൈവശം ഉണ്ട്. ഞാൻ 7 ഉപമകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായോ എന്ന് കർത്താവ് ചോദിച്ചു. അപ്പോൾ അവരെന്താ പറഞ്ഞത്? മനസ്സിലായി, കർത്താവ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ കിട്ടിയിരിക്കുന്നു? പഴയ നിയമത്തിലെ പ്രമാണങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മനസ്സിലുണ്ട്, അത് നിങ്ങൾക്കറിയാം. ഇതിനകം ഞാൻ 7 ഉപമകൾ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞു തന്നു. ഉപമകളിൽ കൂടി സ്വഗ്രാഹ്യത്തിൻ്റെ മർമ്മങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ എന്തും കൂടെ നിങ്ങളുടെ വശമുണ്ട്? പുതിയ നിയമത്തിലെ സകല വിഷയങ്ങളും അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്വഗ്രാഹ്യം, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അത് മനസ്സിലായി. അപ്പോൾ രണ്ടും നിങ്ങളുടെ കൈവശം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത്? അവർ നിങ്ങളൊരു നല്ല ഗൃഹവിചാരനെ പോലെ ഈ കേട്ടതും പഠിച്ചതുമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ ഇത് രണ്ടും ശിഷ്യന്മാരുടെ കൈവശം ഉള്ളപ്പോൾ ഇനി നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം?
ഇനി നിങ്ങൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്? ശിഷ്യനെപ്പോലെയോ ശാസ്ത്രിയെപ്പോലെയോ അല്ല, അടുത്തൊരു ദൗത്യമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ഒരു ഗൃഹവിചാരകനെ പോലെ പ്രവർത്തിക്കണം. നഷ്ടപ്പെടുത്തി കളയാതെ, ഉപയോഗശൂന്യമാക്കി തീർക്കാതെ, പ്രയോജനരഹിതമാക്കി തീർക്കാതെ, വേണ്ട രീതിയിൽ വേണ്ട സമയങ്ങളിൽ തക്കയോഗ്യമായിട്ട് നിങ്ങൾ ഈ വക കൈകാര്യം ചെയ്യണം. ഒരു നല്ല ഗൃഹവിചാരകൻ എങ്ങനെയാണ് ഒരു വീട്ടിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഒന്നും നശിപ്പിച്ച് കളയാതെ, ഒന്നും നഷ്ടമാക്കി കളയാതെ അത് ഉപയോഗിക്കുന്ന മാതിരി നിങ്ങൾ കൈകാര്യം ചെയ്യുവേൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയും ഉപമകർത്താവ് പറഞ്ഞിട്ട് ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്ന എന്തൊരു ദൗത്യമാണ്? നല്ലൊരു ഗൃഹ വിചാരകന്മാരായിരിപ്പീൻ എന്നുള്ളതാണ്. ദൈവസഭയെപ്പറ്റി കർത്താവിൻ്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ പദ്ധതിയും ഞാനും നിങ്ങളും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. നല്ല ഒരു ഗൃഹ വിചാരകൻ ആയിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ നിന്നെല്ലാം കർത്താവ് ഉദ്ദേശിക്കുന്നത് സമയാസമയങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ അറിവുകളെല്ലാം ഉപയോഗിപ്പീൻ. അതിനകത്ത് പഴയതുമുണ്ടായിരിക്കും, പുതിയതുമുണ്ടായിരിക്കും. അത് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, സമയങ്ങൾ മനസ്സിലാക്കി ഉപയോഗിപ്പീൻ എന്ന് പറയുക. കർത്താവ് എന്താ ആഗ്രഹിക്കുന്നത്? ശിഷ്യനും ശാസ്ത്രിയും ആയി തീർന്നിരിക്കുന്ന നിങ്ങളെപ്പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല ഒരു ഗൃഹ വിചാരകനായിരിപ്പീൻ, വിശ്വസ്തരായിരിപ്പീൻ എന്നിവിടെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പനയാണ് വലുത് എന്ന് ചോദിച്ചു. ഉടനെ കർത്താവ് അവന് കൊടുത്ത മറുപടി എന്താണ്? നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. രണ്ടാമത് പറയാണ്, നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ കൽപ്പനകൾ കർത്താവൊന്ന് ക്രോഡീകരിച്ചിട്ട് 10 കൽപ്പനകളും രണ്ടായിട്ടൊന്ന് വേർതിരിച്ചിട്ട് അവൻ്റെ ചോദ്യം, ഈ 10 കൽപ്പനയിൽ നിന്ന് ഏതാണ് ഏറ്റവും വലിയ കൽപ്പന? അപ്പോൾ ഇതിനോട് കർത്താവ് അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ട് പറയാണ്, ദൈവമായ കർത്താവിനെ നീ ഈ നിലയിലൊക്കെ ബഹുമാനിപ്പിൻ, നിൻ്റെ സഹോദരനെ ഈ നിലയിൽ ബഹുമാനിപ്പിൻ. അതിലേതെങ്കിലും കർത്താവ് ക്യാൻസൽ ചെയ്തോ? 10 കൽപ്പന ഒന്നുപോലും കർത്താവ് ക്യാൻസൽ ചെയ്തിട്ടില്ല. അപ്പോൾ 10 കൽപ്പന ഇന്നുണ്ടോ നമുക്ക്? ഉണ്ട്. കാരണം ഇവിടെ കർത്താവ് പറയുകയാണ്, നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. നമ്മളും അങ്ങനെ ചെയ്യാൻ കടപ്പെട്ടവരാ. അപ്പോൾ തന്നെ കർത്താവ് പറയുകയാണ്, നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ നമ്മൾ ബഹുമാനിപ്പാനായിട്ട് കടപ്പെട്ടവരാണ്. അപ്പം നമ്മുടെ കർത്താവ് ഏതെങ്കിലും പ്രമാണം മാറ്റിയോ? ഒരു പ്രമാണവും കർത്താവ് മാറ്റിയിട്ടില്ല. കർത്താവ് വന്നത് എന്തുവേണ്ടിയാണ്? നീക്കുവാനല്ല കർത്താവ് വന്നത്, മറിച്ച് നിവർത്തിക്കുവാനാണ് കർത്താവ് വന്നത് എന്ന് കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ നമ്മെപ്പറ്റി പല പല പദ്ധതികളാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പദ്ധതികൾ നമ്മെപ്പറ്റി അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ നാം ഒരു അനുഗ്രഹമായി തീരുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നല്ലൊരു ഗൃഹവിചാരകനെ പോലെ അത് കൈകാര്യം ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ 13-ാം അധ്യായത്തിൽ നിന്ന് നാം ഇതുവരെയും 7 ഉപമകളാണ് പഠിച്ചു വന്നത്. അവസാനത്തോടെ കൂട്ടുകയാണെങ്കിൽ 8 ഉപമകൾ. അതിൽ ഈ 8 ഉപമകളെ നമുക്ക് 4ആയിട്ടൊന്ന് തിരിക്കുകയാണെങ്കിൽ, ആദ്യത്തെ 2 ഉപമകൾ, 13-ാം അധ്യായത്തിലെ ആദ്യത്തെ 2 ഉപമകൾ നടുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അവസാനം ചിലരെ വേർതിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ അവസാനം ഒരു ന്യായവിധി ഉള്ളതായിട്ട് ആദ്യത്തെ 2 ഉപമകളിൽ കർത്താവ് സ്ഥാപിക്കുന്നു. രണ്ടാമത്തെ 2 ഉപമകളിൽ വളർന്നു വരുന്നതിനെ പറ്റി കർത്താവ് പഠിപ്പിക്കുന്നു. വളരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മാത്രമല്ല നിങ്ങളൊരു അനുഗ്രഹമായി തീരുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ 2 ചിലരെ വിലപ്പെട്ടവരായിട്ട് കർത്താവ് കണ്ടിരിക്കുന്നു, വിലയേറിയവരായി കർത്താവ് കണ്ടിരിക്കുന്നു. അവർ വിശേഷതയുള്ളവരായിരിക്കുക, അവരെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുക.
അവസാനത്തെ 2 ഉപമകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചില ഉത്തരവാദിത്വങ്ങൾ ഈ സഭയെ ഈ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിരിക്കുക. വലിയൊരു ഉത്തരവാദിത്വം. എന്താണ് വലിയൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്? നിങ്ങൾ ആരാണ്? ഗൃഹവിചാരകന്മാരായിരിക്കണം. നല്ല ഗൃഹവിചാരന്മാരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ശാസ്ത്രിമാർ എങ്ങനെയാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്? ശിഷ്യന്മാർ എന്താണ് കൈകാര്യം ചെയ്യേണ്ടത്? ഒരു ഗൃഹവിചാരൻ എന്തായിരിക്കണം എന്നൊക്കെ കർത്താവ് പറയുകയാണ്. അപ്പോൾ അവസാനം കർത്താവ് കൊണ്ട് സ്ഥാപിക്കുന്നത് ഉപമകളെല്ലാം പഠിപ്പിച്ചിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ നല്ല ഗൃഹവിചാരകന്മാരായി തീരണം എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മെ കർത്താവ് വിശ്വസ്തർ എന്നെണ്ണി നമ്മെ അവന് ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുകയാണ്. നാം ജീവിതയാത്രയിൽ എപ്പോഴും സത്യസന്ധരായി വിശ്വസ്തരായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ. ഒരു ഗൃഹവിചാരൻ എങ്ങനെ ഒരു വീട്ടിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവോ, നഷ്ടം വരുത്താതെ, ഉപയോഗശൂന്യമാക്കി കളയാതെ, നശിപ്പിച്ച് കളയാതെ എങ്ങനെ അവൻ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നു, അതേമാതിരി നാം ഓരോരുത്തരും സമയാസമയങ്ങളിൽ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സന്ദർഭം നോക്കി ബുദ്ധിപൂർവമായിട്ട് നാം കൈകാര്യം ചെയ്യേണ്ട ആവശ്യമാണ്. നമ്മൾ വലിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം നാം നിസ്സാരമായിട്ടെടുക്കാതെ അത് ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് നാം അത് പഠിച്ചിരിക്കേണ്ട ആവശ്യമാണ്. സുവിശേഷീകരണത്തിൽ ഓരോ സന്ദർഭത്തിലും അതിൻ്റെ പ്രത്യേകതകളുണ്ട്. ഓരോ കാലഘട്ടത്തിനും പ്രത്യേകതകളുണ്ട്. ഓരോ സീസണിൽ ഓരോ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത മനസ്സിലാക്കി നാം അത് നല്ല ഗൃഹസ്ഥൻ്റെ ഒരു കൈകാര്യം ശുശ്രൂഷ ചെയ്യേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കടമകൾ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ നമുക്ക് നിർവഹിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ നിലയിൽ നമുക്കെല്ലാവർക്കും ധന്യമായിട്ടുള്ള ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഈ പറഞ്ഞ ഉപമകളെല്ലാം നമുക്ക് മനസ്സിലായെങ്കിൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരിക്കുന്ന ഉപമകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിലും എനിക്കും പറയാനുള്ളത് നല്ലൊരു ഗൃഹവിചാരകരായി തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ശുശ്രൂഷ തന്നിട്ടുണ്ട്, കടമകളുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ആർക്കും അതിൽ നിന്ന് ഒഴിവാൻ പറ്റത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും നമ്മെ ഏൽപ്പിച്ചിരുന്ന കടമയിൽ നമുക്ക് ഒഴിവാൻ പാടുള്ളതല്ല, കഴിയത്തില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നല്ല പെർഫെക്റ്റായിട്ടുള്ള ഒരു ഗൃഹവിചാരനെ പോലെ നല്ല ഹൗസ് കീപ്പറായിട്ട് കർത്താവ് നമ്മെ കണ്ടിരിക്കുന്നു. ആകയാൽ വരുന്ന നാളുകളിൽ നമ്മെ എന്തെല്ലാം കടമകളാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, ഏതെല്ലാം ശുശ്രൂഷയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്, അത് വിശ്വസ്തരായി ചെയ്യുവാൻ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ.